24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. മകനെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ അമ്മ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. കള്ളപ്പരാതി നൽകിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ജാക്സൺ ഫ്രാൻസിസ്, കേസെടുത്ത CA ആൻഡ്രിക് ഗ്രോമിക് എന്നിവർക്കെതിരെ ആണ് ഇപ്പോൾ അമ്മയുടെ പരാതി. നടപടിയെടുത്തില്ലെങ്കിൽ സ്റ്റേഷന് മുന്നിൽ സമരം ഇരിക്കുമെന്ന് റൂബിൻ ലാലിന്റെ മാതാവ് അമ്മ രജനി മണിലാലിന്റെ പരാതിയിൽ പറയുന്നു. എൻ്റെ മോൻ റൂബിൻ ലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് 3 ദിവസമായി. മുഖ്യമന്ത്രി ഇതിൽ ഇടപെടണം. ഞങ്ങളൊരു പാർട്ടി കുടുംബമാണ്. പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. എനിക്ക് 2 മക്കളാണുള്ളത്. അതിൽ ഒരുത്തനെ പോലീസ് കൊണ്ടുപോയിട്ട് 3 ദിവസമായി. എൻ്റെ മോനെ വിട്ട് കിട്ടണം. ഒരു കുറ്റവും ചെയ്യാണ്ട് നിരപരാധിയായിട്ട് വാർത്ത പിടിക്കാൻ പോയ എൻ്റെ മോനെയാണ് ഈ ആക്രമണം ചെയ്തിട്ടേക്കണം. നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം എടുക്കും പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യണം. മുഖ്യമന്ത്രി ഇതിൽ ഇടപെടണം. ഈ അമ്മയുടെ മകൻ്റെ കേസ് ഉൾപ്പെടെ ചില കേസുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ലാത്തൊരു കാര്യം, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഏതെങ്കിലും ഒരു കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാൽ ഇയാൾ എടുത്തിരിക്കുന്ന തീരുമാനം ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഒരു സംവിധാനം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മനോനില അനുസരിച്ച് അയാൾക്ക് ജാമ്യമില്ലാ വകുപ്പിട്ട് ഒരാളെ അകത്തിട്ടാൽ പലപ്പോഴും നിയമവ്യവസ്ഥയിൽ പറയുന്ന സ്ഥാപനങ്ങൾക്ക് പോലും ഈ പറയുന്ന പ്രതിയെ സംരക്ഷിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നൊരു ദുസ്ഥിതി നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം അനീതി കാണിക്കാൻ കച്ചകെട്ടിറങ്ങിയ ഉദ്യോഗസ്ഥന്മാർ ഒരുപാടുള്ള ഒരു സംസ്ഥാനത്ത് ഇതിലൊക്കെ തന്നെ ഒരു ഇടപെടൽ ആവശ്യമായിരിക്കുന്നു ഭരണവർഗത്തിൻ്റെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വാർത്തയുടെ ഈ അമ്മയുടെ പരാതിയെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളുമായി സൂരജ് സജി തത്സമയം തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ് സജി, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അമ്മ പറയുന്നു അമ്മയുടേതൊരു പാർട്ടി കുടുംബമാണ്. മാത്രമല്ല ഈ അമ്മയുടെ ഭർത്താവ് ഒരു അറിയപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു. ആദിവാസി ഊരുകളിലെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഈ കുടുംബത്തോടാണ് ഇത്രയും വലിയൊരു അപകടം ഈ നമ്മുടെ പോലീസുകാരും വനംവകുപ്പും ചെയ്തിരിക്കുന്നത്. പറയൂ. തീർച്ചയായും ഈ രജനി മണിലാൽ, അതുപോലെ തന്നെ ഈ അമ്മയുടെ ഭർത്താവായിട്ടുള്ള മണിലാൽ ഏറെക്കാലം CPM-ന്റെ ഈ പാർട്ടി പ്രവർത്തകനായിരുന്നു. പ്രത്യേകിച്ച് ഇതൊരു പരമ്പരാഗത CPM-ന്റെ കുടുംബം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ CPM-ന്റെ ഈ പോഷക സംഘടനയായിട്ടുള്ള ആദിവാസി ക്ഷേമ സമിതി രൂപീകരിക്കുന്നത് തുടങ്ങി അവിടെ മുതൽ ഇങ്ങോട്ട് CPM-ന്റെ പല വർഗ ബഹുജന സംഘടനകളിലടക്കം നേതൃസ്ഥാനം വഹിച്ചിട്ടുള്ള ആളായിരുന്നു ഈ റൂബിൻ ലാലിന്റെ അച്ഛൻ മണിലാൽ. അങ്ങനെ ഈ ആദിവാസി മേഖലയിൽ അടക്കം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അദ്ദേഹം ഈ വിദേശത്ത് കുറെ കാലം ജോലി ചെയ്തിരുന്നു. അവിടെ നിന്ന് ഈ പണിയെടുത്തുണ്ടാക്കിയ പണം, അതിന്റെ ഭൂരിഭാഗം പങ്കും ചിലവഴിച്ചത് ഈ ആദിവാസി ഊരുകളിലായിരുന്നു. അവിടെ നിന്നെത്തി ഈ പണം ഇവർക്ക് പല രീതിയിൽ, അതായത് ഇവരുടെ ക്ഷേമത്തിന് വേണ്ടി ഈ പണം ഉപയോഗിച്ചുകൊണ്ട് പല പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തി. അങ്ങനെയാണ് ഈ വനസംരക്ഷണ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് അതിരപ്പള്ളിയിൽ ഒരു വനസംരക്ഷണ സമിതി ഉണ്ട്. അതിന്റെയൊക്കെ 5 കൊല്ലത്തോളം ആ വനസംരക്ഷണ സമിതിയുടെ ചുമതലക്കാരനായിരുന്നു റൂബിൻ ലാലിന്റെ അച്ഛൻ. അങ്ങനെ ആ പാത പിന്തുടർന്നുകൊണ്ടായിരുന്നു റൂബിൻ ലാൽ ഈ വളർന്നു വന്നത്. അങ്ങനെയാണ് റൂബിനും ഈ ആദിവാസി വിഷയങ്ങളിലടക്കം ഇടപെടുന്നത്. ഈ അമ്മ പറയുന്നത് തങ്ങൾ ഒരു പാർട്ടി കുടുംബമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്, ഞങ്ങൾക്ക് നീതി വേണം. ഇന്ന് 3-ാം ദിവസമാണ് മകൻ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് പറയുന്നത്. ഒരു ചെറുപ്പക്കാരനെതിരെ പോലീസും വനംവകുപ്പും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഒന്നടങ്കം ഈ ചെറുപ്പക്കാരന് നേരെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നിസ്സഹായരായി നിൽക്കുന്ന ഒരു കുടുംബം. ആ കുടുംബമാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത്. ഈ പോലീസ് നേരായ മാർഗത്തിലല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ നേരായ വഴിക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ നടത്തുന്നതിന്, നേരായ അന്വേഷണം നടക്കുന്നതിന് വേണ്ടി ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ, അത് റൂബിനെ മർദ്ദിച്ച ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യമാണ് ഈ അമ്മ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കള്ളക്കേസ് കൊടുത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥനുണ്ട് ജാക്സനെയും മാറ്റി നിർത്തി, അതായത് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ അന്വേഷണം നടക്കണം. കാരണം ജാക്സൺ നിലവിലുള്ളത് ഈ അതിരപ്പള്ളി മേഖലയിലാണ്. ഇപ്പോൾ ഈ റൂബിന്റെ വീടിന് ഏകദേശം കുറച്ച് അകലെ മാത്രമാണ് ഈ ജാക്സന്റെ വീടുമുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവർ പറയുന്നത് വലിയ ഭീതിയിലാണ് കുടുംബം കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ജാക്സൺ അടക്കമുള്ള ഈ CA അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സ്വതന്ത്ര അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി ഇടപെടണം എന്നൊരു ആവശ്യമാണ് വെക്കുന്നത്. ഇനിയും നീതി ലഭിച്ചില്ലെങ്കിൽ സ്റ്റേഷന് മുന്നിൽ സമരം തുടങ്ങേണ്ട നിസ്സഹായ അവസ്ഥയിലാണെന്ന് ആ അമ്മ പറയുന്നു. ഏറെക്കാലമായി ഈ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കിടപ്പ് രോഗി എന്ന് പറയാവുന്ന ഒരാളുടെ സഹായമില്ലാതെ അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ല. അങ്ങനെ റൂബിൻ കൂടി നഷ്ടമായതോടുകൂടി ഈ വീട്ടിൽ നിന്ന്, ഈ കിടക്കപ്പായിൽ നിന്ന് എണീക്കണമെങ്കിൽ പോലും പരസഹായം വേണ്ട അവസ്ഥയിലാണ്. മൂത്ത മകനാണ് ഇവിടെ വന്ന് ഇപ്പോൾ ഈ അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇനിയും എൻ്റെ കിടാവ് വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന്
ചോദിച്ചുകൊണ്ട് ഈ അമ്മ പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും സംസ്ഥാന മുഖ്യമന്ത്രി ഇടപെടണം, ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. എസ് കെ. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. അമ്മയുമായി വിശദമായി സൂരജ് സജിയാണ് സംസാരിച്ചത്. വിജയൻ പറയുന്നത് ആ പാവ അമ്മയും കൂടെ നിങ്ങൾ കുരുക്കിലാക്കും എന്നാണ് തോന്നുന്നത്. വിജയൻ എനിക്കൊന്നും താങ്കൾക്ക് ഇപ്പോൾ നേരം വെളുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ആ അമ്മ ഓൾറെഡി കുരുക്കിലാണ്. നട്ടപ്പാതിരേക്ക് പോലീസുകാർ വന്ന് മകനെ കൂട്ടിക്കൊണ്ടുപോയത് 1.5 മണിക്കൂറിന് ശേഷം വാതിൽ തുറന്നു കിടക്കുന്ന എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അമ്മ അറിയുന്നത്. അമ്മ ഓൾറെഡി കുരുക്കിലാണ് സുഹൃത്തെ. അമ്മയുടെ കുരുക്കഴിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണം എന്നാണ് മലയാളത്തിൽ അമ്മ പറഞ്ഞത്. വിജയന് മനസ്സിലായോ? അതോ ഞാൻ 2 തവണ പറയണോ വിജയൻ എന്നുള്ള പേര് പോലെ? വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.